ആനക്കരയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൊബൈൽ ഫോൺ വാങ്ങിവെച്ചതിന് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ വിദ്യാർത്ഥിയോട് ക്ഷമിക്കുമെന്ന് സ്കൂൾ അധികൃതർ. വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ അധ്യാപകരല്ല പ്രചരിപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ AK അനിൽകുമാർ. രക്ഷിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് കുട്ടിയുടെ അമ്മയ്ക്ക്, വിദേശത്തുള്ള രക്ഷിതാവ് അമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി എനിക്ക് ഉറപ്പില്ലാത്ത സംഭവങ്ങൾ ഞാൻ പറയുന്നത് ശരിയല്ല. അതാവുന്ന സ്കൂളിൽ നിന്നല്ല, ഇത് ആരെങ്കിലും കാണിക്കണമെന്നോ. ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചത് കുട്ടി പേഷ്യൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഒന്ന് സമാധാനമായി കഴിഞ്ഞാൽ, ശാന്തനായി കഴിഞ്ഞാൽ അടുത്ത ദിവസം വരുമ്പോൾ ആ കുട്ടിയെ തന്നെ കാണിക്കുക, രക്ഷിതാവിനെ തന്നെ കാണിക്കുക. എന്നാൽ അങ്ങനെയാണ് പിന്നെ ആ കുട്ടിയെ, ഒരു പ്രത്യേക സ്വഭാവക്കാരനായ കുട്ടിയെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെങ്കിലും നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ അതാണ് അധ്യാപകൻ്റെ പുണ്യം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഇതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഫോൺ തരില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഫോൺ തരണമെങ്കിൽ രക്ഷിതാവ് വരണം, അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്ത് അവൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ക്ലാസ് ടീച്ചറെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു, മാപ്പ് പ്രിൻസിപ്പലോട് അങ്ങനെ പറഞ്ഞത് തെറ്റായിപ്പോയി, ഞാൻ ചെയ്തത് തെറ്റാണ്, മാപ്പ് പറയാൻ തയ്യാറാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുട്ടിയെങ്കിലും അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞാൽ അതാണ് വലിയ കാര്യമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി കൗൺസിലിങ്ങിന് അവനെ വിടുന്നതിനും. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി അധ്യാപകനോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ അധ്യാപകരെടുത്ത ദൃശ്യങ്ങൾ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾക്ക് കൈമാറിയിരുന്നു. ആ ദൃശ്യങ്ങൾ അധ്യാപകരല്ല പ്രചരിപ്പിച്ചതെന്നും പ്രിൻസിപ്പൽ AK അനിൽകുമാർ പറഞ്ഞു. ഈ കുട്ടിയെ ഒരു കാരണവശാലും മോശമായി ചിത്രീകരിക്കുന്നതിനല്ല ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. മറിച്ച് ഈ കുട്ടി ഒന്ന് ശാന്തനായി കഴിഞ്ഞാൽ അവനെ തന്നെ കാണിച്ച് അവന്റെ പെരുമാറ്റത്തിലെ വൈകല്യം അവനെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതോടൊപ്പം രക്ഷിതാവ് വരുമ്പോൾ രക്ഷിതാവിനെ കാണിക്കാനും വേണ്ടിയായിരുന്നു ചെയ്തത്. ഇനി കുട്ടിയെ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് PTA ജനറൽ എക്സിക്യൂട്ടീവ് ചർച്ച നടന്നു. കുട്ടിയെ പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ ഞങ്ങൾ ഏതായാലും തയ്യാറാവില്ല. കുട്ടിക്ക് ചികിത്സ ആവശ്യമാണെന്നുള്ളതാണ് സ്കൂളിലെ കൗൺസിലർ പറയുന്നത്. ആ കൗൺസിലർ കുട്ടിയെ പലതവണ കുട്ടിയുമായി സംസാരിച്ചു. കുട്ടിക്ക് ചികിത്സ ആവശ്യമാണ്. കുട്ടിക്ക് വേണ്ട ചികിത്സയും പരിഗണനയും ഞങ്ങളുടെ ചേർത്തുപിടിക്കലും നൽകി കഴിയുന്നത് വേഗം തുടർ പഠനത്തിലുള്ള അവസരം ഒരുക്കണമെന്ന് തന്നെയാണ് സ്കൂൾ അധികാരി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. അസാധാരണമായ സംഭവവികാസങ്ങളാണ് സ്കൂളിൽ ഉണ്ടായത്. ഒരു കുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാൻ പാടില്ലാത്ത പെരുമാറ്റമാണ്. ഈ സംഭവം ഉണ്ടായപ്പോൾ അതിനെ വളരെ സമാധാനപരമായും തന്ത്രപരമായും കൈകാര്യം ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. മാത്രവുമല്ല, സംഭവം ഉണ്ടായ ഉടനെ തന്നെ സ്കൂളിന്റെ ഭരണകാര്യങ്ങളിൽ പ്രിൻസിപ്പൽ എന്ന നിലയ്ക്ക് എന്നെ സഹായിക്കുന്ന SMC, PTA മുതലായ സംവിധാനങ്ങളുടെ അധികാരികളുമായി ഈ വിഷയം ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിനെയും വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം എന്റെ മേലധികാരികളെയും വിവരം അറിയിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടിയെ സംബന്ധിച്ച് ചെറിയ ചെറിയ പരാതികളൊക്കെ മുൻകാലങ്ങളിലും ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കറക്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ കൂട്ടാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഞാനും ക്ലാസ് ടീച്ചറും നിരന്തരമായ ശ്രമം ഇതിനു വേണ്ടി നടത്തിയിട്ടുണ്ട്. ക്ലാസ് ടീച്ചറുടെ ശ്രമം ഇക്കാര്യത്തിൽ വളരെ അഭിനന്ദിക്കത്തക്കതാണ്. എന്നാൽ പോലും പൂർണ്ണമായും കുട്ടിയെ നമ്മുടെ മറ്റു കുട്ടികളുടെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം സ്കൂളിലെ അധ്യാപകനോട് കൊലവിളി നടത്തിയതിൽ മാനസാന്തരമുണ്ടെന്ന് +1 വിദ്യാർത്ഥി പറഞ്ഞു. തൃത്താല പോലീസ് വിളിച്ചു വരുത്തിയപ്പോഴാണ് വിദ്യാർത്ഥി പിഴവ് തുറന്നു പറഞ്ഞത്. വിഷയത്തിൽ തൃത്താല പോലീസ് അധ്യാപകരുടെയും PTA ഭാരവാഹികളുടെയും വിദ്യാർത്ഥിയെയും രക്ഷിതാവിനെയും ബുധനാഴ്ച രാവിലെ വിളിച്ചു വരുത്തി ചർച്ച നടത്തി. കൂടാതെ വൈകിട്ട് ആനക്കര സ്കൂളിൽ PTA ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ചർച്ചയും നടന്നു. PTA നമ്മൾ ഇന്ന് 2 മണിക്ക് കൂടിയുണ്ടായിരുന്നു. PTA യോഗം കൂടി തീരുമാനിച്ചത് കുട്ടി ഇത്തരത്തിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഷോക്കിന്റെ ഭാഗമായിട്ടാണ് കുട്ടി അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായി കുട്ടി ഇന്ന് രാവിലെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. സ്റ്റേഷനിൽ നമ്മൾ ഇതിന്റെ ഒരു റിപ്പോർട്ട് കൊടുത്തതിന്റെ ഭാഗമായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. SI മുഖാന്തരം നമ്മൾ സ്റ്റേഷനിൽ കുട്ടിയുടെ രക്ഷിതാവുമായി സംസാരിച്ച് കുട്ടി അങ്ങനെ ഒരു പെട്ടെന്നുണ്ടായതിന്റെ ഒരു പ്രകടനത്തിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംസാരിച്ചത് എന്നുള്ളത് കുട്ടി പറഞ്ഞു. അതിന്റെ ഭാഗമായി കുട്ടി തെറ്റുപറ്റി എന്നുള്ളതും കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ PT ആ രീതിയിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുട്ടിയെ സംരക്ഷിച്ച് നമ്മൾ കുട്ടിക്കും നാളെ രീതിയിൽ വേറൊരു പ്രയാസം ഉണ്ടാവുന്ന തരത്തിൽ നമ്മൾ സ്കൂളിൽ നിന്ന് ഒരു കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടിയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് PTA എന്നുള്ള രൂപത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. ആനക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ് അധ്യാപകർക്ക് നേരെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഭീഷണി നടത്തിയത്. സ്കൂളിന് പുറത്തിറങ്ങിയാൽ തീർക്കുമെന്നായിരുന്നു വിദ്യാർത്ഥി പറഞ്ഞത്.
ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. അതേസമയം വിദ്യാർത്ഥിയുടെ വീഡിയോ പ്രചരിപ്പിച്ചതിൽ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. NCV ന്യൂസ് തൃത്താല. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.